SSLC ഫലത്തിൽ മാറ്റം വരും. ഇപ്പോൾ തിടുക്കത്തിൽ പ്രസിദ്ധീകരിച്ച ഫലം പല ജില്ലകളിലും അപൂർണമാണെന്നാണ് റിപ്പോർട്ട്. 54 മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് വീണ്ടും വിവരങ്ങൾ ശേഖരിക്കണം. അവ പരിശോധിച്ച് നാളെ തന്നെ പുതിയ ഫലപ്രഖ്യാപനം നടത്താനാണ് നീക്കം നടക്കുന്നത്. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. SSLC പരീക്ഷാഫലം ധൃതി പിടിച്ച് പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ അപാകതകൾ കാരണമാണ് വീണ്ടും ഫലം പ്രസിദ്ധീകരിക്കുന്നത്. പല മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളുടെയും മാർക്ക് രേഖപ്പെടുത്താതെയാണ് ഫലമെത്തിയിരുന്നത്. ഇത് കണക്കിലെടുക്കാതെ ഫലപ്രഖ്യാപനം നടത്തിയതിനാൽ ഫലം അപൂർണമായി. പല വിദ്യാർത്ഥികൾക്കും മുഴുവൻ വിഷയങ്ങളുടെയും മാർക്ക് അറിയാനായില്ല. ഫലം പ്രസിദ്ധീകരിച്ചതിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ സോഫ്റ്റ്വെയർ തകരാറാണ് കാരണമെന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബിന്റെ വിശദീകരണം. പ്രശ്നം പറ്റിയത് ഈ പ്രാവശ്യം അവർ കഴിഞ്ഞ 3 തവണ ഉപയോഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്, NIC ആണ് ഉപയോഗിച്ചത്. അതിൽ വന്നിട്ടുള്ള അപാകതകളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നാൽ 54 മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ശേഖരിച്ചതിനുണ്ടായ പിശകാണ് കാരണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്നും വീണ്ടും വിവരശേഖരണം നടത്തിയാണ് വീണ്ടും ഫലം പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മാർക്കിലും സ്കൂളുകളുടെ വിജയശതമാനത്തിലും മൊത്തം വിജയശതമാനത്തിലും മാറ്റം വരും. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ആശങ്കയിലാണ്. SSLCയുടെ അന്തസത്തയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിയെന്ന് KSTA ജനറൽ സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു. പൊതുവിദ്യാഭ്യാസത്തെ പൂർണ്ണമായും തകർക്കാൻ ആവശ്യമായ നിലപാടുമായിട്ടാണ് ഈ സർക്കാർ പോകുന്നത് എന്ന് ഇവരുടെ ഈ നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി കേരളത്തിന് നാണക്കേടാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും SFIയും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തീർച്ചയായും ഈ ഒരു വിഷയം ഉൾപ്പെടെ ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന പല വിഷയങ്ങളും നമുക്ക് ഈ ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരാം. അതിനുവേണ്ടി വളരെ പ്രഗത്ഭരായ ആളുകൾ തന്നെ നമ്മോടൊപ്പം ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ RVG മേനോൻ വിദ്യാഭ്യാസ വിചക്ഷണാണ്. ഡോക്ടർ PS ശ്രീകല നമ്മോടൊപ്പം ചേരുന്നു. KC ഹരികൃഷ്ണൻ മാഷ് തന്നെ KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയും ഒപ്പം UDF അധ്യാപക സംഘടനയുടെ പ്രതിനിധി കൂടിയായ CP ചെറിയ മുഹമ്മദ് ചേരുന്നു. ഫക്രുദ്ദീൻ അലി രാഷ്ട്രീയ നിരീക്ഷകൻ, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഗവേഷകനും കൂടിയാണ് നമ്മളൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് KC ഹരികൃഷ്ണൻ. KC ഹരികൃഷ്ണൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ മൂലം താങ്കൾക്ക് ഇവിടെ എത്താൻ പറ്റാതെ പോയതാണ്. എങ്കിൽ പോലും ഇന്നുണ്ടായ സംഭവങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമല്ലേ? SSLC ഫലത്തിൽ മാറ്റം വരുന്നു, ചരിത്രത്തിൽ ആദ്യമായി. അതീവ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ SSLC പരീക്ഷയെ പൊതുസമൂഹം കാണുന്നത് ഏറ്റവും പ്രധാനമായ ഒരു വിഷയമായിട്ടാണ്. തന്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ 10 വർഷങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അതിന്റെ ഒരു അവസാന പരിസമാപ്തി എന്ന രീതിയിലാണ് 10ാം ക്ലാസ്സിലെ വിഷയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും നമ്മുടെ പൊതുസമൂഹത്തെയും വിദ്യാഭ്യാസ സമൂഹത്തെയും വല്ലാതെ ആശങ്കയിലാഴ്ത്തും. ഇക്കാര്യത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാട് പ്രതിഷേധാർഹമാണ്. ഒപ്പം തന്നെ ഇതിന്റെ വിശ്വാസ്യതയാകെ തകർക്കുന്ന നിലപാടാണ് എന്ന് ഈ നിലപാടിലൂടെ നമുക്ക് വ്യക്തമാവുകയാണ്. അതായത് ഒരു വിവരവും കയ്യിലില്ലാതെയാണ് മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയെന്ന് പ്രധാനപ്പെട്ട പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മാത്രമല്ല, പത്രങ്ങൾക്ക് നൽകിയ CD-യിലും വിവരങ്ങളില്ല. മന്ത്രി പറഞ്ഞത് പലതുമല്ല ശരി. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിടുക്കത്തിൽ എന്തിനാണ്, പ്രത്യേകിച്ച് CBSE ICSE ഫലങ്ങളൊക്കെ ഏപ്രിൽ ഒടുവിലോ മെയിലൊക്കെയാണ് വരുന്നത്. ഡോക്ടർ ശ്രീകല എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസത്തെ? വാസ്തവത്തിൽ കേരളം ഏറെ അഭിമാനത്തോടുകൂടി എടുത്തു കാണിക്കുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ വിദ്യാഭ്യാസമാണ്. വിശേഷിച്ച് പ്രാഥമിക തലം മുതൽ നൽകി വരുന്ന വിദ്യാഭ്യാസം. അതിനു പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോവേണ്ടതില്ല. പക്ഷേ അത്തരത്തിലുള്ള നേട്ടങ്ങളെ ആകെ ഇല്ലാതാക്കത്തക്ക വിധത്തിൽ ഉള്ള ഇടപെടലുകൾ കഴിഞ്ഞ 2-2.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിനുള്ളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസത്തിന് നൽകപ്പെട്ടിരിക്കുന്ന അമിതമായിട്ടുള്ളൊരു പ്രാധാന്യം, ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്, അമിതമായിട്ടുള്ള പ്രാധാന്യം പൊതുവിദ്യാഭ്യാസ മേഖലയെ നേരത്തെ ഹരികൃഷ്ണൻ മാഷ് സൂചിപ്പിച്ചതുപോലെ അപ്പാടെ തകർക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ അഭിമാനത്തെ ആകെ ഇല്ലാതാക്കിക്കൊണ്ട് കേരളത്തെ ലോകത്തിന് മുന്നിൽ അപമാനിക്കത്തക്ക വിധത്തിൽ രണ്ടാമതും SSLCയുടെ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന്
കേരളത്തെ സ്നേഹിക്കുന്ന, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്ന ആരും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ്. 50-ലധികം മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകാതെ, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ ഫലം, പരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കുവാൻ, പ്രസിദ്ധീകരിക്കുവാൻ കേരളം പോലെ ഒരു സംസ്ഥാനത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ധൈര്യം വന്നത് എന്നത് അങ്ങേയറ്റം അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഫക്രുദ്ദീൻ അലി, നമുക്കറിയാം കുട്ടികളെ തോൽപ്പിക്കാൻ പാടില്ല. അവരുടെ മനഃശാസ്ത്രപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒട്ടേറെ വശങ്ങളുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. ഗ്രേഡിംഗ് ആ സാഹചര്യം ഇല്ലാതാക്കുന്നുമുണ്ട്. പക്ഷേ എന്നിട്ട് ഈ വിജയ ശതമാനം എന്ന് പറയുന്നത് എന്തിനാണിത്? അതായത് 2%, ഇപ്പോൾ 98% വിജയമാണെങ്കിൽ 2% തോറ്റു എന്ന് തന്നെയല്ലേ അർത്ഥമാക്കുന്നത്? അത് പ്രഖ്യാപിക്കേണ്ട കാര്യമാണോ ഇത്? എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? ഇത്ര ഈ ഗ്രേഡ് സംവിധാനം ഏർപ്പെടുത്തിയാൽ പോരെ? ആ ഗ്രേഡ് സംവിധാനം മതി. സത്യത്തിൽ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നില്ല. ഇപ്പം SSLC ആണല്ലോ ഒരു ഈ സ്കൂൾ യോജനോത്സവം. SSLCൻ്റെ എന്താ പറയുക റാങ്ക് ലിസ്റ്റ്, ഇത് കേരളത്തിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻസിൽ 2 അതിലൊരു സെലിബ്രേഷൻ ഒഴിവാക്കാൻ പറ്റി ഗ്രേഡ് സംവിധാനം കൊണ്ടുവന്നിട്ട്. പക്ഷേ ഗ്രേഡ് സംവിധാനം കൊണ്ടുവന്ന ആ രംഗത്ത് മാത്രമേ ചുരുങ്ങരുത്. പിന്നെ ഇത് നിങ്ങൾ വിജയ ശതമാനം കണക്കിൽ കൂട്ടുന്നത്. രണ്ടാമത്തെ, നിങ്ങൾ എന്തിനാണ് ടു മച്ച് ഓഫ് ഗ്ലാമർ ഇതിന് കൊടുക്കുന്നത്? ഇത് SSLC പരീക്ഷ കഴിഞ്ഞു, പിന്നെ ഫലം പ്രഖ്യാപിക്കുക. ഇത് മുഖ്യമന്ത്രി തന്നെ പിന്നെ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് സകല ക്ലാസ് മുഖ്യമന്ത്രി കൊണ്ട് ഡിഗ്രി എല്ലാം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോ പത്രസമ്മേളനം വിളിച്ചങ്ങ് ഡിക്ലെയർ ചെയ്താൽ പോരെ? ടു മച്ച് ഓഫ് ഗ്ലാമർ കൊടുക്കുന്നതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗ്രേഡ് സംവിധാനം വന്ന സ്ഥിതിക്ക് ഈ വിജയ ശതമാനത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അത് മനസ്സിലാക്കാതെ ഈ വിജയ ശതമാനം ഉയർത്താൻ വേണ്ടിയുള്ള സംഭവം. പിന്നെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന സംഭവമാണ് മോഡറേഷൻ. എന്തിനാണ് നിങ്ങൾ ഈ മോഡറേഷൻ കൊടുക്കുന്നത്? ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 90s എൻ്റെ വാപ്പയൊക്കെ എന്നോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ മോൻ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് മേടിക്കണം, ജയിച്ചാൽ മതി എന്ന്. അന്ന കാലത്ത് ജയിച്ചാൽ മതി. ജയിച്ച കുട്ടിക്ക് അത്യാവശ്യ കാര്യപ്രവൃത്തിയുള്ളവനെ ജയിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം SSLC പിന്നെ എല്ലാവരും അങ്ങോട്ട് ജയിക്കണം, എന്നിട്ട് ഈ തൊഴിലില്ലാ പടയിലേക്ക് എല്ലാവരും അങ്ങോട്ട് ആളാവണമെന്നൊക്കെ നമ്മളെന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഒരു പക്ഷേ ജയിക്കാൻ പറ്റില്ല, അവനെ നമുക്ക് മറ്റു മേഖലകളിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ഈ ടു മച്ച് ഓഫ് ഗ്ലാമർ കൊടുക്കുന്നതാണ് പ്രശ്നം. എല്ലാം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എന്തിനാണ് കാണുന്നത്? ഓക്കെ, നമ്മോടൊപ്പം ഇപ്പോൾ CP ചെറിയ മുഹമ്മദ് ചേരുന്നു. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ്. വിദ്യാഭ്യാസ സംഘടനയുടെ നേതാവും അധ്യാപകനുമാണ്. ശ്രീ ചെറിയ മുഹമ്മദ്, ഇപ്പോൾ ഈ ചർച്ച തുടങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ടു മച്ച് ഓഫ് ഗ്ലാമർ എന്നുള്ളൊരു പ്രശ്നം. അതുകൂടാതെ ഈ സ്റ്റേറ്റ് സിലബസ് സർവത്ര മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മറ്റ് സ്ട്രീമുകൾ, പ്രത്യേകിച്ചും സ്വാശ്രയ മേഖലയിലുള്ളവർ ശ്രമിക്കുന്നത്, അതിന് വഴിവെച്ച് കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും അല്ലെങ്കിൽ മന്ത്രിയും അല്ലെങ്കിൽ ഈ അധ്യാപകരെ എല്ലാം പഴിയാരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ? ഈ ടു മച്ച് ഓഫ് ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ വീടുകളും എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെ ഇൻവോൾവ് ചെയ്ത ഒരു പരീക്ഷ ആയതുകൊണ്ടാണ് ഇതിന് ഇത്ര വലിയ പ്രാധാന്യം, SSLCയുടെ പ്രാധാന്യം വന്നത്. ആ ഒരു അർത്ഥത്തിലാണ് ഇതിന് പ്രാധാന്യം വന്നത്. പക്ഷെ ഇതിൽ ഇത്രത്തോളം പ്രാധാന്യം വന്ന ഒരു പരീക്ഷയിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഗ്രേഡിങ്ങിലാണ് ഇപ്പോൾ കേരളം ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ ഗ്രേഡിങ്ങിലാണ്. ഈ ഗ്രേഡിങ്ങിന്റെ കൺസെപ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇത് എത്രമാത്രം ഒരു വേവലാതി വിഷയത്തിൽ വരുന്നത്. റിസൾട്ടിൽ ഐക്യനെ സംബന്ധിച്ചൊക്കെ വരുന്ന ഇന്നലെയും ഇന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചർച്ചകൾക്ക് ആ രൂപത്തിൽ പോകുന്നത്. കാരണം ഈ വിജയം പോലും കൃത്യമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഒരുപാട് സമീപന രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, പഠന രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്, റാങ്ക് രീതിയിലുണ്ടായ മാറ്റം, അധ്യാപകരിൽ മാറ്റം, ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടായ മാറ്റം, രക്ഷിതാക്കളുണ്ടായ മാറ്റം, ഇതെല്ലാം ഒരു റിസൾട്ടിന്റെ ഒരു വർധനവിന് കാരണമാണ്. പക്ഷെ നമുക്കറിയാം ഒരു കാലത്ത് 10ാം ക്ലാസ് ആരോ പറഞ്ഞ 10ാം ക്ലാസ് ആയിരുന്നു എല്ലാത്തിന്റെയും മാനദണ്ഡം. ഇന്ന് ആ മാനദണ്ഡം മാറി. ഇന്ന് +2 കൂടി സാർവത്രികമായി. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ ഓവർ എംഫസൈസ് കൊടുത്ത് ഓവർ പ്രാധാന്യം കൊടുത്തുള്ള ഒരു സമീപന രീതിയുടെ ആവശ്യമില്ല. അവിടെയാണ് ശ്രീ CP ചെറിയ മുഹമ്മദ്, അവിടെയാണ് പ്രസക്തമായ ചോദ്യം ഉയരുന്നത്. ഇവരെല്ലാം +2 കഴിഞ്ഞാൽ, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 100% വെച്ച് ഇവർ +2ലേക്ക് പോകുന്നു. അതിനെക്കുറിച്ച് തന്നെ വിവാദങ്ങൾ നിലനിൽക്കുന്നു. +2 കഴിഞ്ഞാൽ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ കുട്ടികളെല്ലാം പ്രാപ്തരാകുന്നുണ്ടോ, യോഗ്യരാകുന്നുണ്ടോ? ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാകുന്നുണ്ടോ ഇല്ലേ എന്നല്ല, സാമാന്യ വിദ്യാഭ്യാസം എല്ലാവർക്കും നേടണ്ടേ. നമ്മൾ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം ഒരു കാലത്ത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഒരു ന്യായം എന്താ? 2ലും 3ലും ഒരു കുട്ടി ഡ്രോപ്പ് ഔട്ട് ആവാതെ 4 ഡ്രോപ്പ് ഔട്ട് ആവുന്നതോടുകൂടി ആ കുട്ടിയുടെ എല്ലാ വാതായനം അടഞ്ഞു പോവുക. പകരമായി അവൻ ക്ലാസ് കയറി പോകുമ്പോൾ അവന് ലഭിക്കുന്ന ജീവിതാനുഭവം നമ്മളൊരു സ്കൂളിനെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്താ?
ഇത് ഒരുപാട് മാറ്റം വന്നില്ലേ? പഴയകാലം പോലെ അല്ലല്ലോ. 10 വർഷം ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ആ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞു പോകുമ്പോൾ ആ കുട്ടിയെ എന്തായാലും തോൽപ്പിച്ച് തീരൂ എന്നതുകൊണ്ട് ആർക്കതിന് നേട്ടമുണ്ട്? 10 സ്ക്രീനിങ്ങോട് കൂടി അവൻ കടന്നു പോകട്ടെ. പിന്നെ ഏതാണോ സർവേ ഫിറ്റസ്റ്റ് വിൽ സർവേ എന്ന് പറഞ്ഞതുപോലെ അത്തരം കുട്ടികൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകും. അവിടെ മാത്രമല്ല, നേരത്തെ സബ്ജക്ട് മാറിയല്ലോ, പിന്നെ അവൻ ഓപ്ഷനിലേക്ക് പോവാണ്. ഇവിടെ തന്നെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, 2,87,000 കുട്ടികൾ A+ ആണ് അവർക്ക് IT. ശ്രീ ചെറിയ മുഹമ്മദ്, ഒരു വിജയ ശതമാനം കൂട്ടുന്നത് ഒരു സർക്കാരിന്റെ അജണ്ടയാക്കേണ്ട ഒരു വിഷയമാണോ? വളരെ ന്യായമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. മൂല്യനിർണ്ണയം ഉദാരമാക്കി ഗ്രേസ് മാർക്കും നൽകിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ആ ചോദ്യത്തിന് തിരിച്ചൊരു മറുപടി ചോദിക്കട്ടെ. ഞാൻ വരുന്ന എന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂൾ, അനേകം സ്കൂളിൽ 190 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോ 24 കുട്ടികൾ ST കുട്ടികളാണ്. ഞാൻ ഇന്നലെ പ്രധാന അധ്യാപികയോട് സംസാരിച്ചതിനെ പറ്റി അവർ പറയാ, ഓരോ വീട്ടിലെയും സാഹചര്യങ്ങൾ അവർക്ക് ജീവിതം നൽകുക ഈ പരീക്ഷയിലൂടെ, ഈ വിജയത്തിലൂടെ. നമ്മൾ ആ ഒരു കാര്യത്തെ ചെറുതായി കാണണ്ട എന്ന് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇപ്പൊ തന്നെ പലയിടത്തും SLC ക്ലാസുകൾ ആരംഭിച്ചു. 8 വരെ പാടില്ല എന്ന് ഗവൺമെന്റ് ഉത്തരവുണ്ടെങ്കിൽ പോലും 10ാം ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു. എത്ര ദിവസത്തെ ശ്രമങ്ങൾ, രാവും പകലും ഇല്ലാത്ത ക്യാമ്പുകൾ, ഇതൊന്നും കാണാതെ ഇന്നലൊക്കെ നമ്മൾ കണ്ടതാ, കേട്ടതാ. എന്ത് ഈ വിജയം കൃത്യമായി ഉണ്ടാക്കുന്നു? ആരെങ്കിലും ഉണ്ടാക്കുന്ന ഓരോ സ്കൂളിനെ വെച്ച് നമ്മളൊരു പഠനം നടത്തണം. താങ്കളുടെ ഈ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ വകവെക്കുന്നു. ഒപ്പം അതേസമയം ശ്രീ KC ഹരികൃഷ്ണൻ മാഷ് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളാണ്. അദ്ദേഹം അധ്യാപക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ ഹരികൃഷ്ണൻ മാഷ്, അതായത് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിജയ ശതമാനം ഉണ്ടാവേണ്ടതില്ല എന്നൊരു അഭിപ്രായം ആർക്കുമില്ല. എല്ലാ വിദ്യാർത്ഥികളും പാസ്സാവണം എന്ന് തന്നെയാണ് നമ്മുടെ താല്പര്യം. എല്ലാ വിദ്യാർത്ഥികളും പാസ്സാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം അവിടെയല്ല, ഗവൺമെന്റ് ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ മേഖല തകർക്കാൻ ആവശ്യമായ നിലപാട് ഗവൺമെന്റ് ഭാഗത്തെടുക്കുന്നു. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് ഈ മേഖലയിൽ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളാണ് ചെയ്യേണ്ടത്. പകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതിനെ ഇല്ലാതാക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യാം. ഇപ്പോ ഈ ഗവൺമെന്റ് ഈ പൊതുവിദ്യാഭ്യാസ മേഖല മികവുറ്റതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അനംഗീകൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് അംഗീകാരം നൽകുന്നു. താങ്കളിലേക്ക് തിരിച്ചു വരാം, ഉടൻ തന്നെ തിരിച്ചു വരാം. ഡോക്ടർ ശ്രീകല, ഇന്നും എന്തുകൊണ്ട് നമ്മുടെ ഉപരിവർഗം ഈ സ്റ്റേറ്റ് സിലബസിലേക്കും സർക്കാർ വിദ്യാലയങ്ങളിലേക്കും വരുന്നില്ല? കഴിഞ്ഞ വർഷം തന്നെ നമുക്കറിയാം ഒരുപാട് +2 സീറ്റുകൾ അനുവദിക്കുന്നു, അതിൻ്റെ പുറകിൽ അഴിമതി കോഴകളൊക്കെ വരുന്നു. വിദ്യാഭ്യാസ സമ്പ്രദായം, പ്രത്യേകിച്ച് നമുക്കറിയാം ഗ്രീൻ കേരള എക്സ്പ്രസ് ഒക്കെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ സാഹചര്യം ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഇന്ത്യയിൽ മുഴുവൻ 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ കുട്ടികളും 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും അധികം കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസത്തിലും അപ്പർ പ്രൈമറി തലത്തിലും എത്തുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. അത്തരം നേട്ടങ്ങൾ നമുക്കുള്ളപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുക എന്ന കർത്തവ്യം, ആ ഒരു ഉത്തരവാദിത്വം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകൾ സാമൂഹ്യ സേവന മേഖലകൾ എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സേവന മേഖലയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായി മാറുകയും അതിനെയെല്ലാം തന്നെ വ്യക്തിയുടെ കഴിവിനനുസരിച്ച്, അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ഓർക്കുന്നില്ല, ശ്രീ ചെറിയ മുഹമ്മദ് സൂചിപ്പിക്കുകയുണ്ടായി, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇവിടെ പണമുള്ളവൻ പഠിച്ചാൽ മതി എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ആ രീതിയിൽ പണമുള്ളവർക്ക് പഠിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസത്തെ എത്തിക്കുകയും സേവനം എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിന്മാറുകയും ചെയ്യുന്നതിൻ്റെ നഗ്നമായ പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതിനർത്ഥം മുഴുവൻ കുട്ടികളും പരീക്ഷ വിജയിക്കേണ്ട എന്നല്ല. അദ്ദേഹം പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന്, നമ്മൾ 10ാം ക്ലാസ്സിലെ പരീക്ഷയെ അത്ര അപ്രാധാന്യത്തോടു കൂടി കാണണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ഏതു വിഷയത്തിൽ കൂടുതൽ പഠനം ഞാൻ നടത്തണം എന്ന് ഒരു കുട്ടി സ്വയം തീരുമാനിക്കേണ്ടത്. ആ സ്വയം തീരുമാനം നടക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളത് മറ്റൊരു കാര്യം. ആ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളുടെ നിർബന്ധത്തിനനുസരിച്ചാണ് കുട്ടി തുടർ പഠനത്തിന് വേണ്ടി പോകുന്നത്. അശാസ്ത്രീയമാണ് ആ രീതി. പക്ഷേ എന്താണ് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഉള്ള ഒരു തീരുമാനം,
പഠന മേഖലയെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഒന്നാമത്തെ നിർണായക ഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് 10ാം തരം തന്നെയാണ്. എന്ത് പഠിച്ചു എന്ന് പരിശോധിക്കുന്നതിന് പകരം എന്ത് പഠിച്ചില്ല എന്ന് പരിശോധിക്കുന്ന വിധത്തിലുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കലും അതിനനുസരിച്ചുള്ള മൂല്യനിർണ്ണയവും ഒക്കെ നടന്നിരുന്ന വളരെ അശാസ്ത്രീയമായ ഒരു രീതിയിൽ നിന്നു മാറി സർക്കാർ വിദ്യാലയങ്ങളിലെ സാധാരണക്കാരായ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിൽ ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയെ തുടർന്ന് വിജയശതമാനം ഉയർത്തേണ്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതൊരു നിർണായകമായിട്ടുള്ള ഘട്ടമായിരുന്നു. നമ്മൾ ആലോചിക്കണം, അന്ന് വലിയ ചർച്ചകളാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നത്. സ്വകാര്യ വിദ്യാലയങ്ങളിലെ 100% വിജയവും സർക്കാർ വിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ വിജയശതമാനം വളരെയധികം താഴ്ന്നു പോവുകയും ചെയ്തപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് അന്നത്തെ സർക്കാർ പരിശോധിക്കുകയും പൊതുവിദ്യാലയങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവിടുത്തെ വിദ്യാർത്ഥികളുടെ പഠന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് സവിശേഷമായി പ്രത്യേകമായിട്ടുള്ള ക്ലാസുകൾ, കോച്ചിങ്ങുകൾ, പരിശീലനങ്ങൾ ഒക്കെ നൽകുകയും ചെയ്തുകൊണ്ടാണ് വിജയശതമാനം വർദ്ധിപ്പിച്ചത്. അത് 100% എത്തിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ലക്ഷ്യമായി കണ്ടുകൊണ്ട് ഗുണനിലവാരത്തെ താഴ്ത്തുക എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ മാറിത്തീർന്നിരിക്കുന്നത്. ശ്രീ ഇടപെടുന്നു. ശ്രീ ചെറിയ മുഹമ്മദ്, താങ്കൾ ലൈനിലുണ്ടല്ലോ. നമുക്കറിയാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ സമൂലമായ മാറ്റങ്ങൾ കരിക്കുലത്തിലാണെങ്കിലും സിലബസിലാണെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, കവിതകൾ കാണാപ്പാഠം പഠിക്കേണ്ടതില്ല. അതുപോലെ കാൽക്കുലേറ്ററിൻ്റെ കാലത്ത് ഗുണപട്ടിക പഠിക്കേണ്ടത്. ഇതൊക്കെ നിങ്ങളുടെ നിലപാട് എന്താണ് ഇത്തരം കാര്യങ്ങളോട്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകല പറഞ്ഞ ഒന്നിന്റെ കാര്യങ്ങൾ ഇവിടെ ഫിറ്റ്നസ് വിൽ സർവൈവ് എന്ന് ഞാൻ പറഞ്ഞ അതല്ല, പൊട്ടൻഷ്യാലിറ്റി വെച്ചുകൊണ്ട് കുട്ടിയുടെ ഓപ്ഷൻ എടുത്ത് പോകാനേ ഉദ്ദേശിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ശ്രീകൾ അതിന് വ്യാഖ്യാനം കൊടുക്കരുത്. കാരണം എല്ലാ കുട്ടികളും സ്ക്രീനിങ് 10ാം ക്ലാസ്സിലെ സ്ക്രീനിങ് കഴിഞ്ഞു പോയാൽ അത് ഈ CE ഉൾപ്പെടെയുള്ള എല്ലാം സ്ട്രെങ്തൻ ചെയ്ത് പോകേണ്ടതാണ്. മറ്റൊരു കാര്യം, നേരത്തെ ഹരീഷ് പറഞ്ഞ പോലെ ശ്രീകല പറഞ്ഞ പോലെ ഇപ്പൊ ഇതൊന്നും നടക്കുന്നില്ല എന്നാണോ? ഗവൺമെന്റ് സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഇപ്പൊ ഒന്നും നടക്കുന്നില്ല എന്നാണോ? 110ഓളം സ്കൂളുകളെ പ്രത്യേകമായി സ്കൂളായി അഡോപ്റ്റഡ് സ്കൂളായി എടുത്ത് അതിന്ന് 65 സ്കൂൾ ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടിലേക്ക് എത്തിച്ച് എന്ന് മാത്രമല്ല, തീർച്ചയായും അതോട് അനുബന്ധമായി ഒന്ന് ചോദിച്ചോട്ടെ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്ന് സർക്കാർ സ്കൂളുകളിൽ കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എയ്ഡഡ് സ്കൂളുകളിൽ ആ മാറ്റം പൊതുവിൽ ദൃശ്യമല്ല. എയ്ഡഡ് സ്കൂളിൽ മാനേജ്മെന്റിന് പോസ്റ്റിംഗ് ഇല്ല, ആളെ അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യം കുറഞ്ഞു വരുന്നുള്ള കാര്യം ഗൗരവമായി കാണേണ്ടതാണ്. ഇവിടെ 657 ഗവൺമെന്റ് സ്കൂളാണ്. 657 ഗവൺമെന്റ് എയ്ഡഡ് സ്കൂൾ വന്നപ്പോൾ 471 ഗവൺമെന്റ് സ്കൂൾ ഈ പ്രാവശ്യം 100% എത്തി. അപ്പോ ഒരുപാട് ഗവൺമെന്റ് ഇത്തരം പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഈ കൂട്ടത്തിൽ ഇവിടെ ഒരു സമൂല മാറ്റം എങ്ങനെ ഉദ്ദേശിക്കുന്നത്? സമൂല മാറ്റം ആയിക്കോട്ടെ, തിരിച്ചു വരാം. ശ്രീ ഫഖ്റുദ്ദീൻ അലി, അന്താരാഷ്ട്ര തലത്തിലും മറ്റും ഇപ്പോൾ എന്താ പറയുക, മറ്റു സിലബസുകളിലൊക്കെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് വിദ്യാർത്ഥികൾ. നമുക്ക് ഇത്തരം പരീക്ഷാ ഫലങ്ങളുമായി എല്ലാ കുട്ടികളും ഇനിയിപ്പോൾ നാളെ ഫലം വരുമ്പോൾ 100% മുകളിൽ വരുന്നവരെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുമ്പോൾ എങ്ങനെ വിലയിരുത്താം നമുക്ക് ഈ വിദ്യാഭ്യാസ രീതി? മാത്രമല്ല UDF ഗവൺമെൻറ് ഭരിക്കുമ്പോൾ എപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മുമ്പ് നമ്മുടെ ഇപ്പം ഞാൻ ശ്രീകല ടീച്ചറൊക്കെ പഠിച്ചിട്ടുണ്ട് സിലബസ് എന്ന് വെച്ചാൽ, ആ വിദ്യാഭ്യാസ സമ്പ്രദായം രൂപപ്പെടുത്തിയ ബേസിക്കലി മെക്കാള ആയിരുന്നു. ആ മെക്കാളയുടെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ മെക്കാളയുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു മാറ്റം വന്നത് നല്ലതാണ്. പക്ഷേ മെക്കാളയുടെ സിസ്റ്റത്തിന് ഒരു ഗുണം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, ഒരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ നേടി വരുന്ന ആൾ ബേസിക്കലി അയാളുടെ കോംപ്രിഹെൻഷനിലെല്ലാം തന്നെ അതുപോലെ തന്നെ മെമ്മറൈസ് ചെയ്യാനൊക്കെ ഒരു മിനിമം കഴിവെങ്കിലും അയാൾക്ക് ഉണ്ടായിരുന്നു. അത് അയാൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അനിവാര്യമായി വരേണ്ട ചില മാറ്റങ്ങൾ വന്നു. നമ്മളെല്ലാ കാര്യത്തിലും ഒരു ഇൻ്റർനാഷണൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സിലബസ് ഏത് രീതിയിൽ വേണം, ഏത് രീതിയിൽ പഠിപ്പിക്കണം, സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ വന്നു. പക്ഷേ ഇതെല്ലാം വന്നിട്ട് എവിടെയോ നമ്മൾ എന്തോ ലാക്കിയെന്ന് ഒരു എഫിഷ്യൻസി, റിസൾട്ട് ഓറിയന്റഡ് ആകുമ്പോൾ പലപ്പോഴും എഫിഷ്യൻസി വേണ്ട വിധത്തിൽ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അധ്യാപകരുടേതായും വിദ്യാർത്ഥികളുടെ ആണെങ്കിലും എനിക്ക് പൊതുവേ ഞാൻ വിലയിരുത്തിയിട്ടുള്ള കാര്യം എഫിഷ്യൻസി കുറവാണ്. പക്ഷെ അത് വിവിധ രീതിയിൽ അത് മെച്ചപ്പെടുത്താൻ പറ്റും. പക്ഷെ പറ്റുന്നില്ല. ഡോക്ടർ ശ്രീകലയ്ക്ക് പറയാൻ അധ്യാപക പരിശീലനങ്ങൾക്ക് ഏട്ടിലെ പശുവായി പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ? അധ്യാപക പരിശീലനത്തിന് മാത്രമല്ല, എനിക്ക് ഈ കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ കുറവുമില്ല. അവരെല്ലാവരും തന്നെ വളരെ മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ അവരെ എങ്ങനെയാണ് നമ്മൾ അവർക്ക് പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഫെസിലിറ്റി, ആ ഒരു സാഹചര്യം, ഒരു സഹായം ഉണ്ടാക്കി കൊടുക്കുന്നതിന് അവർക്കൊരു നല്ല രീതിയിലുള്ള മാർഗനിർദ്ദേശം നൽകുന്ന കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലവിലുണ്ട്.
ഈ നേരത്തെ ശ്രീ ചെറിയ മുഹമ്മദ് സൂചിപ്പിച്ചല്ലോ ഇവരുടെ മികവിനനുസരിച്ച് ശേഷിക്കനുസരിച്ച് പഠിക്കട്ടെ എന്ന്. നമ്മളിപ്പോൾ ഈ SSLCയുടെ പിന്നെ ഫലപ്രഖ്യാപനം വരുമ്പോൾ അതിനകത്ത് പറയുന്നത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണല്ലേ, EHS എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ കുട്ടികൾ പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരാണ്, തുടർ പഠനത്തിന് യോഗ്യരാണ്. ഈ യോഗ്യരായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള +2 സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ടോ? അപ്പോൾ ഇത്രയും കുട്ടികളെ നമ്മൾ വിജയിപ്പിക്കുമ്പോൾ 98% ഇന്നലത്തെ കണക്കനുസരിച്ച്. നാളെ ഇനി അത് മാറും എന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം ചേർത്ത് പറയട്ടെ, എഞ്ചിനീയറിംഗ് എൻട്രൻസിന് +2-ന് 10% മാർക്ക് RVG മേനോൻ കമ്മിറ്റി നിർദ്ദേശമാണ്. 10% ഗ്രേസ് മാർക്ക്. അത് 10 മാർക്കാക്കി കൂട്ടി ഒരുപാട് എഞ്ചിനീയറിംഗ് മേഖലയിലെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ, 40% കുട്ടികൾ എഞ്ചിനീയറിംഗ് പരീക്ഷ പാസ്സാവാതെ ആ കോഴ്സ് പൂർത്തിയാക്കാതെ പുറത്ത് നിൽക്കുകയാണ്, നമ്മൾ അറിയുന്നില്ല. അതേസമയം പുതിയ കോളേജുകൾ അനുവദിക്കുന്നു, കൂടുതൽ സീറ്റുകൾ അനുവദിക്കുന്നു, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ വീണ്ടും വീണ്ടും അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു. വല്ലാത്തൊരു വൈരുദ്ധ്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ രംഗത്തേക്ക് ഞാൻ പോകുന്നില്ല. 10ാം ക്ലാസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് RVG മേനോൻ സാർ കൂടെ നമ്മോടൊപ്പം ചേരുകയാണ് ഈ ചർച്ചയിൽ. ഡോക്ടർ RVG മേനോൻ, നമുക്കറിയാം കേരളത്തിന്റെ രാജ്യമാകെ അംഗീകരിക്കപ്പെട്ട ഒരു പാഠ്യപദ്ധതിയാണ് കേരളത്തിൻ്റെത്. കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വളർത്തുന്നത് ഒക്കെ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ എന്താണ് ഈ സ്റ്റേറ്റ് സിലബസിന്റെ സവിശേഷത? അത് എന്തുകൊണ്ട് നാം കുട്ടികളെ ആ സ്ട്രീം തന്നെ പഠിപ്പിക്കണം? അതോടൊപ്പം തന്നെ നമ്മുടെ അധ്യാപകരെല്ലാം ഈ അധ്യാപന രീതി തുടരുന്നുണ്ടോ? പ്രത്യേകിച്ചും ഞാൻ ഇത്തരം ഒരു ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം, A+ വാങ്ങി ജയിച്ച ഒരു കുട്ടിക്ക് ഒരു പത്ര തലക്കെട്ട് വായിക്കാൻ പോലും മലയാളത്തിൽ വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഡോക്ടർ RVG മേനോൻ, ഇപ്പൊ പറഞ്ഞത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. A+ കിട്ടിയ കുട്ടികളുടെ സാധാരണഗതിയിൽ അതത് വിഷയങ്ങളിൽ നല്ല മിടുക്കരാണ് എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ 98% റിസൾട്ട് വരുന്ന സമയത്ത് അതിന് താഴെ A+ന് താഴെ ഒരുപാട് ഗ്രേഡുകളുണ്ടല്ലോ. ആ ഗുണമേന്മ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരിയാണ്. പിന്നെ പുതിയ പാഠ്യപദ്ധതിയിൽ നിലവാരം കൂടുക എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ബോധന രീതിയിൽ വന്ന മാറ്റമാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തില് ഇപ്പോൾ CBSEയുടെ എല്ലാം പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കത്തിനോട് കിടപിടിക്കുന്നത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ പുതുതായിട്ട് പരിഷ്കരിച്ചത് കൂടുതൽ പ്രവൃത്തിയുന്മുഖമായിട്ട് കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ നേരിട്ട് ചെയ്യിക്കുക, അതുപോലെ തുടർച്ചയായിട്ടുള്ള അസസ്മെന്റ്, ഗ്രൂപ്പ് വർക്ക്, കുട്ടികളെ ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് മൂല്യനിർണ്ണയം നടത്തുക, ഇത്തരം കാര്യങ്ങളിൽ വളരെ പുരോഗമനപരമായ മാറ്റങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ SSLC പരീക്ഷയുടെ കാര്യത്തിൽ ഈ പതിവിലും കവിഞ്ഞ ധൃതിയില് വാല്യുവേഷൻ നടത്തി റിസൾട്ട് പ്രഖ്യാപിക്കണം എന്ന ഒരു കാരണവുമില്ലാത്ത ഒരു വ്യഗ്രത ഇത്തവണ ഉണ്ടായി. കഴിഞ്ഞ തവണയും SSLC പരീക്ഷാ ഫലം വളരെ നേരത്തെ വന്നു. പക്ഷെ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് +1 അഡ്മിഷൻ ഉണ്ടായത്. അത് മറ്റ് പല കാരണങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം. അവിടെയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ മൂല്യം കുറയ്ക്കുന്ന നടപടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നത്. ഇത്തവണ ഈ 2 ദിവസം നേരത്തെ SSLC റിസൾട്ട് വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് പേപ്പറുകൾ നോക്കുന്നത് മനസ്സിരുത്തി സമയമെടുത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് കുട്ടിയുടെ മനസ്സിലുള്ളതെന്തെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ശ്രീ ഡോക്ടർ RVG, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഒരു നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളിൽ നിന്ന് ഒരു നിശ്ചിത നിലവാരത്തിലുള്ള അറിവും കഴിവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടുന്നുണ്ടോ? അത് കിട്ടുന്നില്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ എന്ത് ചെയ്യണം? അതും ഒരു തെറ്റായ ധാരണയാണ്. പണ്ടൊക്കെ ഈ SSLC എന്നുള്ളത് ഒരു വലിയ അരിപ്പയായിരുന്നു. നമ്മള് കുട്ടികളെ അരിച്ചു മാറ്റിയിട്ട് വളരെ കുറച്ച്, അതായത് 1ാം ക്ലാസ്സിലെത്തുന്ന 100 കുട്ടികളിലെ പകുതി പേര് പോലും 10-ലെത്തില്ല. 10 പരീക്ഷ എഴുതുന്നവരിലെ 30-35% മാത്രമേ പാസ്സാവുള്ളൂ. അതായത് ആകെയുള്ള കുട്ടികളിലെ ഒരു 15-20% താഴെയുള്ള കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസം പോവുക. അവർക്കാണ് സമൂഹത്തിൽ കാമ്യമായ പദവികളും ജോലികളും എല്ലാം ലഭിക്കുക. അങ്ങനെ ബഹുഭൂരിപക്ഷം കുട്ടികളെ അരിച്ചു മാറ്റുന്ന ഒരു പ്രക്രിയയിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ് എന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള കഴിവുകളാകണമെന്നില്ല ഉള്ളത്. നമുക്ക് ഈ HCERT സിലബസ് അനുസരിച്ച് കണക്കും സയൻസും ഒക്കെ പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാനുള്ള കഴിവ് മാത്രമല്ല, അതിനേക്കാളും പ്രധാനമായ ഒരുപാട് കഴിവ് സമൂഹത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ആ കഴിവുകളൊന്നും നേരത്തെ അങ്ങ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞു. നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞാൽ പോരാ. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പരിശോധിക്കുന്നതിനും അതിന് അംഗീകാരം നൽകുന്നതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഇപ്പൊ നമ്മള് യൂത്ത് ഫെസ്റ്റിവലിനും കലാകായിക മത്സരങ്ങളിലും എല്ലാം സമ്മാനം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്ത് അവരുടെ കണക്കിന്റെ ഇംഗ്ലീഷിന്റെ മാർക്ക് കൂട്ടി അല്ലെങ്കിൽ ഉയർന്ന ഗ്രേഡിലേക്ക് കയറ്റിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനു പകരം അവർക്ക് ശേഷിയുള്ള മേഖലകളിൽ
അതിന് കലാകായിക മേഖലകളുണ്ട്, തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളുണ്ട്. ഈ മേഖലകളെല്ലാം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ SSLCയുടെ പരീക്ഷാ ഫലം ഈ ഹാളിൽ പരീക്ഷ എഴുതിയ വിഷയങ്ങളിലെ മാർക്ക് മാത്രമല്ല, ഈ മറ്റ് മേഖലകളും വിലയിരുത്തി അതിന് സത്യസന്ധമായ ഒരു ഗ്രേഡിംഗ് കുട്ടിക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കഴിവും താല്പര്യമുള്ള മേഖലയിലേക്ക് തുടർ പഠനത്തിനോ പ്രവർത്തനത്തിനോ കുട്ടി പോവുകയുള്ളൂ. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, നമുക്കറിയാം ഈ ഇത്തരം സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, എന്താ പറയുക, നടപടി ദൂഷ്യങ്ങൾ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. പാഠപുസ്തകങ്ങൾ പോലും കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു സംവിധാനം നിലനിൽക്കുന്നു. അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇപ്പൊ കഴിഞ്ഞ വർഷവും ആ പരാതി ഉണ്ടായിരുന്നു. ഈ വർഷം പുതിയ രീതിയിലാണ് പാഠപുസ്തകം വിതരണം ചെയ്തതെന്ന് പറയുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ഒന്നാം ടേം പരീക്ഷ ആയിട്ട് പോലും എല്ലാ കുട്ടികൾക്കും പാഠപുസ്തകം കിട്ടിയിരുന്നില്ല. അധ്യാപക സഹായ സമയത്തിന് കിട്ടുന്നില്ല. അധ്യാപക പരിശീലനം വേണ്ടത്ര ഗൗരവബുദ്ധിയോടുകൂടി സമീപിക്കുന്നില്ല. ഇതൊക്കെ വലിയ വീഴ്ചകളാണ്. ഇതെല്ലാം പരീക്ഷാഫലത്തിനെ ബാധിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതെല്ലാം കുട്ടികളുടെ മനോഭാവത്തെ ബാധിക്കും, അവരുടെ ബാധിക്കും. അത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ, ഈ 100% വിജയിക്കട്ടെ, 100% വിജയിക്കുന്നത് നല്ല കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഈ 100% വിജയിച്ചവർക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യമുണ്ടോ? 100% ഉപരി അർഹരാണെന്നല്ലേ അതിനർത്ഥം? ഉപരിപഠന അവകാശങ്ങളല്ലേ? എന്റെ അഭിപ്രായം ഈ SSLCക്ക് ജയവും തോൽവി എന്നുള്ള സങ്കല്പം തന്നെ മാറ്റണം. അതിനു പകരം 10 വർഷത്തെ പഠനം കഴിഞ്ഞ് കുട്ടിക്ക് ബലമുള്ള, കുട്ടിക്ക് താല്പര്യവും കഴിവുമുള്ള മേഖലകള് നമ്മൾ അതിനകത്ത് കണ്ടെത്തുക, കഴിവ് കുറഞ്ഞ താല്പര്യമില്ലാത്ത മേഖലകളെ അതിനനുസരിച്ച് ഗ്രേഡ് ചെയ്യുക. അതുകൊണ്ട് തുടർന്ന് ഏത് ദിശയിലാണ് കുട്ടി പോകേണ്ടത്, ഉപരിപഠനത്തിന് പോകണമോ, പോകുകയാണെങ്കിൽ മേഖലയിൽ പോകണം. ഉദാഹരണ കണക്കിന് വളരെ ഗ്രേഡ് കുറഞ്ഞ ഒരു കുട്ടി, ആ കുട്ടിക്ക് സംഗീതത്തിൽ വളരെ താല്പര്യവും കഴിവും, എന്തുകൊണ്ട് സംഗീതത്തിൽ ഉപരി വിദ്യാഭ്യാസത്തിന് പോയിക്കൂടാ? അപ്പോൾ ഈ കണക്കിന് ഇംഗ്ലീഷിനൊക്കെ മാർക്ക് കുറഞ്ഞു, തോറ്റു എന്നുള്ളത് കൊണ്ട് ഉപരിപഠനം നിഷേധിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഡോക്ടർ ദയവ് ലൈനിൽ തുടരണം. നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ, സമയത്ത് അധ്യാപകരെ നിയമിക്കാതിരിക്കുന്ന അവസ്ഥ, പാഠപുസ്തകം വിതരണം ചെയ്യുക, പരിശീലനം യഥാസമയം ഫലപ്രദമായി നടപ്പാക്കാതിരിക്കുക. ഫക്രുദ്ദീൻ അലി, അതായത് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ ഈ അധ്യാപന രീതികൾ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപജയം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ വിജയ ശതമാനമുണ്ടായ ജില്ല വരെ മാറുന്ന പ്രഖ്യാപനങ്ങൾ എങ്ങനെ കാണുന്നു? ഒരു പ്രശ്നം ഒന്ന്, ഈ വിജയശതമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലീഗുകാർക്ക് പൊതുവേ ഒരു വിചാരമുണ്ട്. അവരിന്ന് വികസനം എന്ന് വെച്ചാൽ അവർ കുറേ ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ അവർ പറയും ഈ മാനാഞ്ചിറയൊക്കെ നിറച്ച് ബിൽഡിംഗ് ഉണ്ടാക്കി വെക്കണം. മാനാഞ്ചിറൻ്റെ സൗന്ദര്യം ടൂറിസം മൂലം മാനാഞ്ചിറ കൊണ്ടുവരുന്ന പിന്നെ വരുമാനം ഒന്നും അവർ കാണില്ല. അതുപോലെ ഇവർ മന്ത്രിമാരുടെ എഫിഷ്യൻസി ഇവർ അളക്കുകയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് പിന്നെ ഫലം വരണം. പിന്നെ പരമാവധി ഈ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്കൂളുകൾ അനുവദിക്കാൻ പറ്റും. അപ്പോൾ PJ ജോസഫ് ഫണ്ട് കൈയിട്ട് വാരിയ പോലെ ഇവർക്കും കൈയിട്ട് വാരണം, കൂടുതൽ സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ച്. സത്യസന്ധമായി പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ സിസ്റ്റത്തിൽ ഇപ്പം അർവിജി വേണം തന്നെ പറഞ്ഞ പോലെ കുട്ടികളുടെ കഴിവിനനുസരിച്ച് വേണം, ആ കഴിവുകൾ വേണം നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ. അതേസമയം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ഈ 10ാം ക്ലാസ് കുട്ടികൾ പിന്നെ തോറ്റുപോകുന്നൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തുടർന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടികളുടെ കഴിവുകൾ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ കഴിവുകളുടെ ഈ വ്യത്യാസം കൊണ്ട് തന്നെയാണ് തോറ്റുപോകുന്നത്. അപ്പോൾ ഈ തോറ്റുപോകുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടെത്തി അവരെന്തുകൊണ്ട് എന്തുകൊണ്ട് തോറ്റുപോയെന്ന് മനസ്സിലാക്കി അതാത് മേഖലകൾ അവർക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുത്ത് നിങ്ങൾ പഠിപ്പിക്കണം. ആ പഠിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ടീച്ചേഴ്സും അതുപോലെ തന്നെ ഗവൺമെൻറ് ഏറ്റെടുക്കണം. എങ്കിൽ മാത്രമാണ്, എന്ന് വെച്ചാൽ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഈ മോഡറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഉടായ്പ ഗിമ്മിക്ക് കാണിച്ചുകൊണ്ട് മീൻ പിടിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. നിങ്ങളൊരാളെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കൂ. അതാണ് ശ്രീ ചെറിയ മുഹമ്മദ്, താങ്കൾ ലൈനിലുണ്ടോ? നമുക്കറിയാം ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ടും മാർക്ക് ദാനവും ഒക്കെ, അതൊക്കെ പ്രായോഗികമാണോ? ശ്രീ ചെറിയ മുഹമ്മദ്, ഡോക്ടർ PS ശ്രീകലയ്ക്ക് പ്രതികരിക്കാം. ഈ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട്, ഇപ്പോൾ ഫക്രുദ്ദീൻ അലി പറഞ്ഞ പോലെ ഉഡായിപ്പ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്, എങ്കിൽ പോലും നമ്മുടെ വിശ്വാസ്യതയും അതായത് ഇതിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നിലവാരത്തെയൊക്കെ ബാധിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു കുട്ടിയെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകളുണ്ട്. ഇപ്പോൾ മീന്, ആന, ഒട്ടകം, കുരങ്ങൻ, ഇതിനെല്ലാത്തിനെയും കൂടി നിർത്തിയിട്ട് മരത്തിൽ കയറാൻ കഴിയുക എന്നുള്ള ഒരു പരീക്ഷ നടത്തിയാൽ എങ്ങനെയിരിക്കും? അപ്പോൾ മരത്തിൽ കയറാൻ കഴിയാത്ത മീനും ആനയും ഒക്കെ വിചാരിക്കുക അപകർഷതാബോധത്തോടു കൂടി അതിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കും. ഇതാണ് ഈ പറഞ്ഞ 2% കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇടപെടുന്നതിൽ ക്ഷമിക്കുക. അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം മാറിയതോടുകൂടി ജീവിക്കാനുള്ള ഒരു കഴിവ് വിദ്യാർത്ഥിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പുറത്തേക്ക് വിടുന്നതെന്ന് പറയുന്നത്. എത്രമാത്രം സത്യമുണ്ട്? അത് വാസ്തവ വിരുദ്ധമാണ്. ഏത് തരത്തിലാണ് ജീവിക്കാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, 10 വർഷത്തെ പഠനം
ആ പഠനം ഒരു കുട്ടിയെ പഠിക്കലാവണം. നമ്മുടെ സിസ്റ്റം അധ്യാപകരും വിദ്യാഭ്യാസ സമ്പ്രദായം മൊത്തം അടങ്ങുന്ന ആ ഒരു സിസ്റ്റം ഒരു കുട്ടിയെ സമഗ്രമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് 10 വർഷത്തിന് ശേഷം അവനിൽ അല്ലെങ്കിൽ അവളിലുള്ള കഴിവെന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കഴിവ് നോട്ട് ചെയ്യുന്ന വിധത്തിലായിരിക്കണം 10ാം ക്ലാസ്സിലെ ഫലം പുറത്തു വരേണ്ടത്. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നതിന് പകരം ഏതു മേഖലയിലേക്കാണ് ഈ കുട്ടിക്ക് പോവാനാവുക എന്ന വിധത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ 100% വിജയമാണ് വാസ്തവത്തിൽ ഉണ്ടാവുക. 100% മുഴുവൻ കുട്ടികളും ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അവരുടെ കഴിവിനനുസരിച്ച്. അതെ, സമ്മതിക്കുന്നു. താങ്കളൊരു അധ്യാപിക കൂടിയാണല്ലോ. ഇപ്പോൾ RVG മേനോൻ സാർ ഇടയ്ക്ക് പറഞ്ഞ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ഉപരിപഠനത്തിന് വരുന്ന കുട്ടികൾക്ക് എത്രമാത്രം അവർ കോമ്പിറ്റന്റ് ആണ്, അതാണ് പ്രശ്നം വരുന്നത്. അത് വിരൽ ചൂണ്ടുന്ന അധ്യാപനത്തിലേക്കാണ്. അല്ല, അധ്യാപകർ ശരിയായതുകൊണ്ട് മാത്രം ഇത് പൂർണ്ണമാകുന്നില്ല. ഞാൻ പറയുന്ന അർത്ഥത്തിലേക്ക് അധ്യാപന രീതി ശരിയായി പിന്തുടർന്നാൽ മതിയല്ലോ. പറഞ്ഞത് സിസ്റ്റത്തെ കുറിച്ചുണ്ട്. ഇപ്പൊ സിലബസ് പരിഷ്കരിച്ചത് കൊണ്ടോ കരിക്കുലത്തിൽ മാറ്റം വരുത്തിയത് കൊണ്ടോ അധ്യാപകർ നിങ്ങൾ ഈ പറയുന്ന വിധത്തിൽ അധ്യാപകരുടെ മനോഭാവത്തിൽ മാറ്റം വന്നത് കൊണ്ടോ മാത്രമല്ല. ഇതെല്ലാം കൂടി സമഗ്രമായി ഒരു സമഗ്രതയിൽ വരണം. ഇത് പൂർണ്ണമായും ആ രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഇത് സിലബസ് എങ്ങനെയെങ്കിലും പാഠ്യഭാഗങ്ങൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു തീർക്കുക എന്ന വ്യഗ്രതയിൽ അധ്യാപകർ, പഠിക്കാൻ കഴിയുന്നവർ പഠിച്ചു, പഠിക്കാൻ കഴിയാത്തവർ ആ നിലയിലേക്ക് നമ്മൾ കാണുന്നു. ഒന്ന് തിരിച്ചു വരാം. ഡോക്ടർ RVG മേനോൻ, നമുക്കറിയാം താങ്കളുടെ നേതൃത്വത്തിലുള്ള RVG കമ്മിറ്റി എഞ്ചിനീയറിംഗ് എൻട്രൻസിന് +2 10% മാർക്ക് നിർബന്ധമാക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഉണ്ടായ കാര്യം അറിയാമല്ലോ, 10 മാർക്ക് എന്നാക്കി മാറ്റി. ഇത് അയോഗ്യരെ എഞ്ചിനീയറിംഗ് പഠനത്തിന് അർഹരാക്കിയ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ വലിയൊരു അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. അത് ശരിയാണ്. 10% എടുത്തു കളഞ്ഞു. ഇപ്പൊ 10 മാർക്ക് എന്നുള്ളത് എടുത്തു കളയാനുള്ള ശ്രമമാണ് ഈ വർഷം ഉണ്ടായത്. ഇനി അടുത്ത വർഷം ചിലപ്പോൾ ഉണ്ടായേക്കും. പക്ഷെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസോ മെഡിസിന്റെ എൻട്രൻസോ ഉന്നത വിദ്യാഭ്യാസമോ അല്ല സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം. നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണ സ്കൂൾ പഠനത്തിന്റെ ഉദ്ദേശം കോളേജിൽ പഠിപ്പിക്കാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതല്ല. ഇവിടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകളാണ് കിട്ടേണ്ടത്. അതിന് ഈ NCERT സിലബസ് മാത്രമല്ല. അവിടെ പല രാജ്യങ്ങളിലും ഉള്ളത് 8ാം ക്ലാസിന്റെ ആ ലെവല് കഴിയുകയാണെങ്കിൽ ഓപ്ഷണൽസ് ഉണ്ട്. കുട്ടിക്ക് ഇപ്പോൾ കണക്കിനോ സയൻസിനോ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം കലാകായിക മേഖലയിലേക്ക് വിഷയങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ എടുക്കാം. അത്തരം ഓപ്ഷണൽ സമ്പ്രദായം സ്കൂളുകളിൽ കൊണ്ടുവരികയും അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള കഴിവുകൾ, ഇവിടെ ശ്രീജ ടീച്ചർ സൂചിപ്പിച്ച പോലെ കുട്ടികൾക്ക് പല മേഖലകളിലാണ് കഴിവുകൾ. നമ്മൾ NCERT സിലബസിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷ നടത്തി അതിന്റെ മാർക്കാണ് കുട്ടിയുടെ കഴിവിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. അപ്പോൾ മറ്റ് മേഖലകളിലേക്ക് കുട്ടികൾക്ക് ഉള്ള കഴിവുകൾ വികസിപ്പിക്കുന്ന അവസരം കൊടുത്ത് അതിനും ഗ്രേഡ് കൊടുക്കുക. അപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തുടർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാകും കുട്ടികൾ പോകുന്നത്. അത് എല്ലാവരും ഈ ഹയർ സ്റ്റഡീസിനും എൻട്രൻസ് പരീക്ഷയ്ക്കും പോകുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് വാസ്തവത്തിൽ ഈ CBSE സിലബസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ശരിയായ സമീപനം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം തന്നെ ഈ മൂല്യനിർണ്ണയത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? പെൻസിൽ കൊണ്ട് വരെ മാർക്ക് ഇടുന്ന സാഹചര്യം, അധ്യാപകരല്ലാത്തവർ മാർക്ക് ഇടുന്ന സംവിധാനം, ഉത്തരത്തിൽ അറ്റംപ്റ്റ് ചെയ്താൽ തന്നെ മാർക്ക് നൽകുന്ന ഒരു രീതി. പെൻസിൽ കൊണ്ട് മാർക്ക് ഇടുന്നത് ഒരു വലിയ പാതകമൊന്നുമല്ല. അത് പിന്നീട് ആരും തിരുത്താൻ മതി. പക്ഷെ അതൊക്കെ അതൊരു വലിയ പ്രധാന ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു പേപ്പർ ശരിക്കും വായിച്ച് കുട്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി മാർക്കോ ഗ്രേഡോ ഇടാനുള്ള സമയം മൂല്യനിർണ്ണയം നടത്തുന്ന ആളിന് കിട്ടണം. അധ്യാപകർ തന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്. അധ്യാപകരല്ലാത്തവർക്ക് വിവരം ഉണ്ടെങ്കിലും അവർക്ക് കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കിയുള്ള പരിചയമില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അധ്യാപകരല്ലാത്തവർ വാല്യുവേഷന് പോകുന്നത് നല്ല രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം ഡോക്ടർ, തിരിച്ചു വരാം. CBSE ICSE ഫലങ്ങളൊക്കെ അവരുടെ രീതികളും ഒക്കെ മോറോർലെസ് സെയിം എന്നുള്ള അവസ്ഥയാണുള്ളത്. ഇവിടെ ഇതൊരു പ്രശ്നമാവുന്നത് ഇതിനകത്തുള്ള ചില കച്ചവടങ്ങൾ കൂടി വരുന്നതുകൊണ്ടാണെന്ന് തോന്നിയിട്ടില്ലേ? പറഞ്ഞോളൂ RVG മേനോൻ സാർ. അല്ല, CBSE-ക്കാര് 10ാം ക്ലാസ് പരീക്ഷയുടെ പ്രാധാന്യം വളരെ കുറച്ചു. വാസ്തവത്തിൽ 12ാം ക്ലാസ്സിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അവര് മാറ്റിയിരിക്കുന്നത്. ഇവിടെയും ശരിക്ക് 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ കേരളത്തിന് കഴിയേണ്ടതാണ്.
അത് കുട്ടികളുടെ ഒരു അവകാശമായിട്ട് കരുതണം. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട സംഗതി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ എല്ലാവരും CBSE അല്ലെങ്കിൽ NCERT സിലബസ് അനുസരിച്ച് പഠിക്കണമെന്ന് പറയുന്നതിന് പകരം ഈ വിവിധ മേഖലകളിലേക്ക് തിരിയാനുള്ള അവസരം കുട്ടികൾക്ക് നേരത്തെ തന്നെ, എൻ്റെ അഭിപ്രായത്തിൽ 8ാം ക്ലാസ് മുതൽ തന്നെ ഓപ്ഷണൽസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായും വളരെ നല്ല നിർദ്ദേശങ്ങളാണ് വരുന്നത്. താങ്കളിലേക്ക് തിരിച്ചു വരാം, ദയവായി തുടരുക. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഇന്നലെ SSLC ഫലം പ്രഖ്യാപിച്ചു, നാളെ വീണ്ടും പ്രഖ്യാപിക്കുന്നു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നു, പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് പറയുന്നു. ഇതൊക്കെയാണെങ്കിൽ തന്നെ ഈ കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയിലാണ്. അവർക്ക് ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു അവസ്ഥ, അങ്ങനെ ഒരു ആശങ്കയിലാണ് അവർ ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണമായിട്ട്? അല്ലേ, ഇങ്ങനെ ഒരു ആശങ്ക പ്രസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഭരണതലത്തിൽ തന്നെ പറ്റിയ വീഴ്ചയാണ്. ഇത് പലപ്പോഴും ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറഞ്ഞ പോലെ വളരെ വേഗം റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെന്നൊരു ഈഗോ ഇഷ്യൂ, ഒരു ഈഗോ പ്രോബ്ലമായിട്ട് മന്ത്രി അതുപോലെ തന്നെ ഈ വകുപ്പ് എടുത്ത ഒരു കാരണമാണ്. ഇതിൻ്റെ പിന്നിൽ വിജയശതമാനം കഴിഞ്ഞാൽ നടക്കുന്ന കച്ചവടങ്ങൾ, അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം അരവിന്ദ് ജീവനം പറഞ്ഞ പോലെ ഈ സിസ്റ്റമിക് ആയിട്ടൊരു ചേഞ്ച് വരണം. അത് വരുന്നില്ല. പണ്ടത്തെ 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞ ഗ്രേഡ് സംവിധാനം കൊണ്ടുവന്ന് അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്. ഈ പറഞ്ഞ 8ാം ക്ലാസ് തൊട്ട് കഴിവുകൾ മനസ്സിലാക്കി വിവിധ രീതിയിലേക്ക് നമുക്ക് വിടാം. അപ്പം പിന്നെ IASന് താല്പര്യമുള്ളവൻ അതിന് പോകാം, അതേസമയം തന്നെ ടെക്നിക്കലായിട്ടുള്ള താല്പര്യങ്ങളുള്ളവൻ അല്ലെങ്കിൽ മ്യൂസിഷ്യൻ അതിന് പോകാം. ആ സംഭവം നമ്മൾ കൊണ്ടുവരുന്നില്ല. നമ്മൾ നിലവിലുള്ള സിസ്റ്റം, പണ്ടത്തെ നമ്മൾ അംബാസഡർ കാറിനെ പറ്റി പറയുന്നത് മാർക്ക് 3 എന്നുള്ള വണ്ടിക്ക് ഗ്രില്ല് മാറ്റി മാർക്ക് 4 ആക്കുന്ന പോലുള്ള ഒരു സിസ്റ്റമാണ്. ഇതൊരു വഞ്ചന കൂടിയാണ്. പിന്നെ അധ്യാപകർക്ക് പലപ്പോഴും കഴിവ് കെട്ടവരാണെന്നുള്ള വാസം കൂടി എല്ലാവരും ഞാൻ പറയുന്നില്ല. കഴിവുകെട്ട അധ്യാപകർ നല്ലൊരു പങ്കുണ്ട്. ഈ കഴിവുകെട്ട അധ്യാപകർക്കെതിരെ വിമർശനം മറ്റു വന്നു കഴിഞ്ഞാൽ പല സംഘടനകൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ട്രേഡ് യൂണിയനുകളെല്ലാം എല്ലാ മേഖലയിലും ഉള്ളവരെ ടീച്ചറോടെ ഉണ്ട്. ടീച്ചറോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നത്. ജോലി ചെയ്യാൻ സന്നദ്ധതയില്ലാത്ത അധ്യാപകരുണ്ട്. ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അത് മാത്രം ചെയ്യുന്ന അധ്യാപകരുണ്ട്. അല്ലാതെ പിന്നെ എന്താ കുട്ടികൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പറഞ്ഞു കൊടുക്കാത്ത അധ്യാപകരുണ്ട്. കുട്ടികൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും സംഘടന വന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട്. 2 സ്കൂളുകൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കൂട്ടിയെന്ന് പറയുമ്പോൾ, ഞാൻ കോട്ടൺ ഹിൽ സ്കൂൾ പ്രധാനപ്പെട്ട സ്കൂളാണല്ലോ, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സ്റ്റാഫ് റൂം നിങ്ങൾ പോയിട്ടുണ്ടോ? ഒരു കോഴിക്കോട് പോലെയല്ല, പട്ടിക്കൂട് പോലെയാണ്. ഈ ആംബിയൻസ് പ്രധാനമാണ് ടീച്ചേഴ്സിന്റെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ. അതുപോലെ ടീച്ചേഴ്സിന്, അത് കോളേജ് ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂൾ ടീച്ചേഴ്സ് ആണെങ്കിലും ആ ലോകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ അവരവരുടെ വിഷയത്തിൽ ഏറ്റവും പുതിയ കാര്യങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാവണം. ആ അവബോധം ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പിന്നെ സംവിധാനം ഗവൺമെന്റ് കൊണ്ടുവരും. ഇപ്പോൾ കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഗവൺമെന്റ് ചില സംവിധാനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അത് ആപ്റ്റല്ല. അധ്യാപകർ അത് ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ അധ്യാപകരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ ഇടപെട്ട് ഇതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി. ഈ ഒരു സ്വാശ്രയ മേഖലകളിലേക്ക് വിദ്യാഭ്യാസ ഉപരിപഠനവും അല്ലെങ്കിൽ പഠനങ്ങളൊക്കെ പോയിപ്പോവട്ടെ എന്നുള്ള ഒരു ചിന്ത ഇതിനകത്ത്, പ്രത്യേകിച്ച് നമുക്കറിയാം MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്, ഇന്നത്തെ കാലത്ത് പുതിയ കാലത്ത് ഇംഗ്ലീഷ് ഒരു പ്രധാന പോരായ്മയായി ഈ നമ്മുടെ മലയാളികളെ വേട്ടയാടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് മെച്ചമാക്കാൻ ഒരുപാട് നടപടികൾ കൈകൊണ്ട് അത് പിന്നെ ഉണ്ടായില്ല. അല്ല, അത് പിന്നെ അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക തലത്തിൽ തന്നെ ഇപ്പം മലയാളം നേരെ ചൊവ്വേ വായിക്കാനോ അക്ഷരത്തെറ്റില്ലാതെ എഴുതാനോ കഴിയാത്ത ആളുകൾ ഈ പറഞ്ഞ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ഗുണനിലവാരത്തിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അതേസമയം ഒരു മറുചോദ്യം ചോദിക്കാവുന്നത്, തെറ്റില്ലാതെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നതിലാണോ അറിവ്, അതാണോ അറിവിൻ്റെ മാനദണ്ഡം എന്നൊരു ചോദ്യം മറുഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെടാം. പക്ഷേ ഇതും അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. മാതൃഭാഷ നന്നായി എഴുതാനും വായിക്കാനും കഴിയുക എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഈ 98%, ഈ 98% വിജയം ആ വിഭാഗത്തിൽ പെടുന്ന കുട്ടികളെ നമുക്ക് തീർച്ചയായിട്ടും അഭിനന്ദിക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ പറയുന്നത്, ഈ ബാക്കി വന്ന ആ 2% ഉണ്ടല്ലോ, അവരിലാണ് കേരള സമൂഹത്തിന് ഉപയോഗപ്പെടുന്നവർ, പ്രയോജനപ്പെടുന്നവർ എന്ന നിലയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത്. കാരണം അവരാണ് ഈ തെരുവിൽ ഒരു ആക്സിഡന്റ് നടന്നാൽ, ഒരു അപകടം നടന്നാൽ അവിടെ വീണ് കിടക്കുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സാധാരണ തൊഴിലാളികളായി മാറാൻ പോകുന്നത് ഒട്ടുമിക്കവാറും സാധ്യത ഈ വരുന്ന 2% ഇല്ലേ. ഈ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ കഴിവ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഒറ്റ ചോദ്യം, ബൗദ്ധികമായ നിലവാരം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നൽകുന്നില്ല വിദ്യാർത്ഥികൾക്ക്. ബൗദ്ധിക നിലവാരത്തിന്റെ അല്ല, അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു വിലയിരുത്തലല്ല. പ്രായോഗികമായ റോട്ടിൽ വീണെടുക്കുന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉള്ള മനസ്സ് പോലും ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസ സംവിധാന രീതിയിലേക്ക് മാനവികത എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല. ആ മാനവികത എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ തീർച്ചയായിട്ടും അവർ ആർജിച്ചെടുക്കേണ്ടുന്ന ഒന്നാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല. നമ്മൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഫക്രുദ്ദീൻ അലി എന്താണ് പറയുന്നത്? കൃത്യമായിട്ടും ഒരു മനുഷ്യനാക്കാന്നുള്ള വലിയൊരു ജോലിയാണ് വിദ്യാഭ്യാസത്തിനുള്ളത്. ഇന്നിപ്പോൾ മെഡിക്കൽ എൻട്രൻസിന് പണ്ടായാലും ഇന്നാണെങ്കിൽ ഇതിനു വേണ്ടി പ്രിപ്പയർ
ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഒരു കണ്ണിച്ചോരയില്ലാത്ത മത്സരത്തിലാണ്. യാതൊരു മാനവ മൂല്യങ്ങൾ ഇവർ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ സിസ്റ്റമിക് ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ സിസ്റ്റമൊക്കെ കൊണ്ട് PSCയിൽ ചേഞ്ച് വരണം. PSC 10ാം ക്ലാസ്സും +2 ഒക്കെ അടിസ്ഥാന യോഗ്യതയായി വെച്ചാൽ പിന്നെ അവിജി പിന്നെ മേനോൻ സാർ പറഞ്ഞതിൽ എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എഡിഫിസ് നിങ്ങൾ മാറ്റണമെങ്കിൽ ഒരു മൂലയിൽ നിന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് കാര്യമല്ല, അതിൻ്റെ അടിത്തറ തന്നെ പൊളിച്ച് ചെയ്തണം. അതിനുള്ള ആത്മാർത്ഥമായ ശ്രമം വേണം. അല്ലാതെ ഈ കോസ്മെറ്റിക് ആയിട്ട് ചേഞ്ച് കൊണ്ടുവന്നാൽ ആര് കൊണ്ടുവന്നാലും ഈ രീതിയിലൊക്കെ കാര്യം മുന്നോട്ട് പോകും. ഡോക്ടർ ആർ വിജി മേനോൻ, അവസാനമായി നമ്മൾ വളരെ ജെന്യൂനായി ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ എന്തുകൊണ്ട് ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും ഈ പ്രശ്നത്തെ അവഗണിക്കുന്നു? പ്രത്യേകിച്ചും ഏറ്റവും അധികം ബഡ്ജറ്റുള്ള നമ്മുടെ നീക്കിയിരിപ്പ് വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് സാമ്പത്തികമായി നീക്കിയിരിപ്പ് വരെ നടത്തുന്നത്. എങ്ങനെയാണ് ഈ അപജയം സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നത് തീരുമാനമെടുക്കുന്ന വിഭാഗം, അതായത് ഉദ്യോഗസ്ഥ സംവിധാനത്തിലും പൊളിറ്റിക്കൽ വിഭാഗത്തിലും അവരുടെ താല്പര്യം അവരുടെ കുട്ടികളുടെ ഭാവിയാണ്. അവരുടെ കുട്ടികളെ ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്കോ കലാകായിക വിദ്യാഭ്യാസത്തിലേക്കോ പോകുന്നവരല്ല. അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസം, നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയറിംഗിന്റെയും മെഡിസിന്റെയും എൻട്രൻസ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു കോച്ചിങ് സ്കൂളിൽ കിട്ടണം. അതിന്റെ നിലവാരം അഖിലേന്ത്യാ നിലവാരത്തിലെത്തിക്കണം. CBSEക്കാരോട് കമ്പീറ്റ് ചെയ്യണം. ഈ രീതിയിലാണ് അവര് സ്കൂൾ വിദ്യാഭ്യാസം കാണുന്നത്. അത് മാറി സ്കൂൾ വിദ്യാഭ്യാസം 100% കുട്ടികൾക്കും ആവശ്യമുള്ളതാണ്. ഈ 100% കുട്ടികളെ സമൂഹത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ എല്ലാ കഴിവുകളും അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഈ തൊഴിൽ മേഖലയിലുള്ള ശേഷിയും കലാകായിക മേഖലയിലുള്ള ശേഷിയും NCERT ഗണിതത്തിന്റെ സയൻസിന്റെ ശേഷി പോലെയോ അതിൽ കൂടുതലോ സമൂഹത്തിന് ആവശ്യമുള്ളതാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആസൂത്രണത്തിൽ കാണുന്നില്ല. അതാണ് മൗലികമായ തകരാറ് എന്നെനിക്ക്. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ ആർ വിജി മേനോൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ PS ശ്രീകല, KC ഹരികൃഷ്ണൻ മാഷ്, CP ചെറിയ മുഹമ്മദ്, ഫക്രുദ്ദീൻ അലി. നമുക്ക് തീർച്ചയായും നമുക്ക് ആശിക്കാം മഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിന്ദിക്ക് വാല്യുവേഷൻ നടത്താൻ എത്തിയവരെ പോലുള്ളവർ ഇനിയും ഫലപ്രഖ്യാപനത്തിനായി തയ്യാറെടുക്കുമ്പോൾ നാളെ ഇനി എന്താണ് ഉണ്ടാവുകയെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ന്യൂസ് ആൻഡ് വ്യൂസ് സമാപിക്കും.